എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതാണ് അവർക്ക് ശരിക്കുമുള്ള നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അവരുടെ ഓവറോൾ എനർജി, ഇപ്പോഴത്തെ ഓവറോൾ എനർജി നോക്കും. പിന്നെ അവർക്ക് നിങ്ങളിൽ എന്താണ് ഇഷ്ടമുള്ളത് അത് നോക്കും. പിന്നെ അവർക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത്, പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്. ഇത്രയും കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇത് ബ്ലൂ ആണ്, പിന്നെ ഇത് ഗ്രീൻ, ഇത് യെല്ലോ, ഈ 3 കളേഴ്സ് എടുത്തേക്കുന്നത്. അപ്പോൾ ഡാർക്ക് ബ്ലൂ ആണ്, ഗ്രീൻ, യെല്ലോ കേട്ടോ. ബ്ലാക്ക് അല്ല, ഇത് ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഈ 3 കളേഴ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഗ്രീൻ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴത്തേക്കും പോലെ ആദ്യം ഒരു ഓറക്കിൾ മെസ്സേജിൽ നിന്ന് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഗ്രീൻ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഗ്രീൻ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? അതാണ് നമ്മൾ നോക്കാം. ചില സമയത്ത് 4, 5, 3, 4 കാഴ്ചകൾ കിട്ടാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഹോൾ സിറ്റുവേഷനാണ് കാണിക്കുന്നത്, മുഴുവൻ സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക, പക്ഷേ ഇത് വരുമ്പോൾ 2-3 കാർഡ്സ് വീഴും. അപ്പോൾ അതെല്ലാം എടുക്കുമ്പോഴാണ് അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള എനർജി ആയിട്ട് വരുന്നത്, ഓറക്കിൾ മെസ്സേജ് ആയിട്ട് വരുന്നത്. ഡിസ്പെല്ലിംഗ് ഫിയർ ആൻഡ് ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി. അപ്പോൾ പറയുന്നത് നിങ്ങളിൽ പേടിയുണ്ട് വരാൻ പോകുന്ന സിറ്റുവേഷൻസ് ഓർത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കൊരു പേടിയുണ്ട്. അപ്പോൾ പറയുന്നത് ഭയത്തെ അകറ്റാൻ എങ്ങനെയാണ് നോക്കുന്നത്? ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് നീചശക്തികളിൽ നിന്നുള്ള ഒരു അനുഭവവും നമ്മൾക്ക് ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കൂടോത്രം, അതുപോലെ കണ്ണേറ്, ശാപം, നീചമായ ശക്തികൾ, നമ്മൾ നശിപ്പിക്കാൻ നടക്കുന്ന ശക്തികളെ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നമുക്കൊരു ധൈര്യം വരണം, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമില്ല അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജിയാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി ഓക്കെ. നൈറ്റ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. പേഴ്സൺ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ പേഴ്സണിന്. പിന്നെ ഒരു എന്താ പറയുക, ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡ് വരുന്നില്ല എന്ന് പറയില്ലേ, അതുപോലെ ചില സമയത്ത് ചില കാര്യങ്ങൾ വായി തോന്നുന്ന പോലെ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് ഈ പേഴ്സൺ കേട്ടോ. നമുക്ക് ഈ കാർഡ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം, നൈറ്റ് ഓഫ് സ്വേർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. നൈറ്റ് ഓഫ് സ്വേർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, നൈറ്റ് ഓഫ് സ്വേർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യുക. 3 ഓഫ് പെൻറ്റക്കിൾസ്, പിന്നെ 9 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സൺ ആരോടോ ഒരു ടീം വർക്ക് ആഗ്രഹിക്കുന്നില്ല, ആരോടോ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ
വിശ്വസിച്ചിരുന്നു, കുറേ ട്രൈ ചെയ്തു. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു വിശ്വാസമില്ലായ്മ പോലെ, ചിലപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടാവും. ഇത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, നിങ്ങളാവാം, ആരോ ഒരാൾ. അപ്പോൾ ഒരു ടീം വർക്കിൽ ഇതിൽ സ്വരുമയോടെ പോയിട്ട് ഒരു കാര്യമില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ വന്നിട്ടുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ, അത് നിങ്ങളുമായിട്ടുള്ളതാണോ അതോ വേറെ ഓഫീസ് കാര്യമാണോ, ഫ്രണ്ട്സിൻ്റെ ഇടയിലാണോ, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, എനിക്കറിയില്ല. അപ്പോൾ അതാണ്. അപ്പോൾ പേഴ്സൺ കൈവിട്ടിരിക്കുകയാണ് ആ സിറ്റുവേഷനാണ്. എന്തും വരട്ടെ എന്ന് വെച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഏസ് ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾ ചിലപ്പോൾ പൈസ ചിലവാക്കുന്നത് കുറവായിരിക്കാം, മനസ്സിലാവണം. അങ്ങനെ ആ പേഴ്സൻ്റെ അനുഭവം, ചിലപ്പോൾ ഈ പേഴ്സൺ എബ്രോഡാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ പേഴ്സൺ സമ്പാദിക്കുന്ന പൈസ നിങ്ങൾ വാരിക്കോരി ആർക്കും കൊടുക്കുന്നില്ല, അത് ഒരു ഇതാണ്. പിന്നെ അങ്ങനെ ഒരു നിങ്ങൾക്ക് സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ നിർത്തി. അതല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഓസിൽ നിങ്ങൾ കാര്യങ്ങൾ നടത്തിയിരുന്നെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല, അത് നിങ്ങൾ നിർത്തി. ജനറൽ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിർത്തുക എന്നാണ്, ഒരു എൻഡ് വരുന്നത്. പിന്നെ സ്റ്റാർ റിവേഴ്സാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് ഇൻസെക്യൂരിറ്റി ഉണ്ട് നിങ്ങൾക്ക്, പക്ഷേ അത് നിങ്ങളുടെ പേഴ്സൺ പോസിറ്റീവായിട്ട് എടുക്കുന്നു. കാര്യം എന്താണ്, നിങ്ങൾ ഇൻസെക്യൂർ ആകുമ്പോൾ പേഴ്സണിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവും, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. 5 ഓഫ് പെന്റക്കിൾസ്. അങ്ങനെ പൈസ ഒന്നും ചിലവാക്കി കളയുന്നില്ല, ദൂരത്തൊന്നുമില്ല. നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമാണ്. അതുപോലെ നിങ്ങൾ എടുത്ത് ചാടി ഒരു കാര്യവും തീരുമാനിക്കുന്നില്ല, പേഴ്സണോട് ആലോചിച്ചിട്ടാണ് പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു പേടിയുള്ളതുകൊണ്ട് നിങ്ങൾ വളരെ ജസ്റ്റിസ് ആയിട്ടാണ് കാര്യങ്ങൾ പെരുമാറുക. അതും നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ അങ്ങനെ അന്യായമായിട്ട് ആരോടും പെരുമാറാറുമില്ല. നിങ്ങൾ അന്യായമായിട്ട് ആരെയും ഉപദ്രവിക്കാറുമില്ല, മനസ്സിലായോ? അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളിൽ. ഇനി നിങ്ങളിൽ ഇഷ്ടമില്ലാത്തത് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇഷ്ടമില്ലാത്തത് ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ സ്നേഹം എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നു, അത് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടമില്ലാത്തത് നിങ്ങൾ എന്താ പറയുക, എല്ലാത്തിലും നിങ്ങൾ ഒരു ഓവർ ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അത് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല. എന്നുവെച്ചാൽ എല്ലാവരോടും ഫ്രണ്ട്ലിയാണ്, എല്ലാവരോടും ഭയങ്കര ചിരിച്ചു കളിച്ച് സംസാരിക്കും. അത് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സണോട് തോന്നലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര റൂഡായിട്ട്, നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ്, ചിലപ്പോൾ നല്ല പൊസിഷനിലുള്ള ഒരാളായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് ഉള്ള, അപ്പോൾ അതിൽ ചെറിയൊരു അഹങ്കാരം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പോൾ എല്ലാവരോടും വാരിക്കോരി സ്നേഹം കൊടുക്കുന്നുണ്ട്, എല്ലാവരോടും ഭയങ്കര ഓവർ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ചില സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, അതുപോലെ തന്നെ തിരിച്ചടിയായിട്ട് പെരുമാറും. ഇപ്പോൾ ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരോട് ഭയങ്കര വൈരാഗ്യമായിരിക്കും. ഈ കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഭയങ്കര കോൾഡ് ആവും. നമ്മൾ വോമായി ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വോംസ്, ഒരു നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. ചിലരോട് സംസാരിക്കുമ്പോൾ ഈ പേഴ്സൺ എന്താ ഇങ്ങനെ നമുക്ക് തോന്നില്ല. അതുപോലെ നിങ്ങൾ ചില സമയത്ത് നിങ്ങളുടെ സ്വഭാവം അങ്ങനത്തെ ഒരു ഇതിലേക്ക് മൂഡിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളാണ്. ചില സമയത്ത് നിങ്ങൾ ഭയങ്കര നല്ലതാണ്, ചില സമയത്ത് നിങ്ങൾ ഭയങ്കര ചീത്തയാണ്. അപ്പോൾ നിങ്ങളുടെ മൂഡ് അനുസരിച്ചാണ് നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്. അത് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല, അതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഇവിടെ നമ്മളൊരു കോഓപ്പറേഷൻ ഇല്ലാത്ത ഒരു ഇത് കണ്ടു, അത് കൈവിട്ട് കളഞ്ഞു എന്ന് കാണിക്കുന്നുണ്ട്.
ലവേഴ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്, 6 ഓഫ് കപ്സ് റിവേഴ്സ്, ഫുൾ കാർഡ് റിവേഴ്സ് ആണ്, 10 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്, എല്ലാം റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ലവേഴ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് കൈവിട്ട് കളഞ്ഞു. അപ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇത് ഫിയർ നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾ എന്തോ ഒരു ചെയ്തത് എന്തോ ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ അറിയാനിട വന്നിട്ടുണ്ട്. നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ പേഴ്സണോട് ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് ഒരു അകൽച്ചയിലാണ് പെരുമാറുന്നത്. അത് നിങ്ങൾക്ക് പേടിയായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ സത്യം തുറന്ന് പറയുന്നില്ല. ഈ സിറ്റുവേഷൻ നിങ്ങൾ പേഴ്സണോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ അറിയുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളോട് ഒരു അധികം ഫ്രണ്ട്ലി അല്ലാതെ പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ ലവേഴ്സ് റിവേഴ്സ് ആണ്. ഇപ്പോൾ പേഴ്സൺ റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണി ഇല്ല, ഒരു സന്തോഷമില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതുപോലെ പേഴ്സൺ ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ കാര്യമില്ല, വിശ്വാസവഞ്ചന കാണിക്കുന്നുണ്ട് ആരോ ഒരാൾ എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്. നിങ്ങൾ പണ്ട് തൊട്ടേ നിങ്ങൾ ചെറുപ്പത്തിലെ ഒപ്പം പഠിച്ച് വളർന്ന് ആൾക്കാരാണ്. അവിടെ നിന്ന് നിങ്ങളൊരു റിലേഷൻഷിപ്പ്, ഒരു ലവ് മാരേജിലേക്ക് പോയവരാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയവരാണെങ്കിൽ ആ ഒരു ഫീലിംഗ് ഈ പേഴ്സൺ ഇപ്പോൾ അത് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, എന്ന് വെച്ചാൽ പക്ഷേ അതൊരു നെഗറ്റീവ് ഇതായിട്ടാണ്. ഇങ്ങനെയല്ലല്ലോ ഞാൻ ഇവളെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇവനെ കണ്ടിരുന്നത്, ഇങ്ങനെയായിരുന്നില്ലല്ലോ ഇവരുടെ സ്വഭാവം, ഞാൻ ഇവരെ ഭയങ്കര അന്ധമായിട്ട് വിശ്വസിച്ചല്ലോ, അതിനുള്ള പണിയാണല്ലോ എനിക്ക് തന്നത് എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ഈ പേഴ്സണ് വേണ്ട, ഈ പേഴ്സണ് ഫാമിലിയും വേണ്ടെന്നാണ് വെക്കുന്നത്. മനസ്സിലായോ? ഈ ഇഷ്ടംപോലെ പണം ചിലപ്പോൾ എബ്രോഡ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുള്ള പൈസ മുഴുവൻ വീട്ടിലേക്ക് അയക്കുന്നത്. പക്ഷെ വീട്ടിലിരിക്കുന്നവർ അത് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് ഒരു നഷ്ടബോധം, ഇത് ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു ചിന്ത. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കൈ ഒഴിഞ്ഞ് കളഞ്ഞത്. ഇനി കോഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു ചിന്ത. അതുകൊണ്ട് നിങ്ങൾക്ക് ഫിയർ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ പേഴ്സൺ അറിയാനിട വന്നിട്ടുണ്ട്. അത് വലിയൊരു പ്രശ്നമായിട്ട് ആ പേഴ്സൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ തുറന്ന് പറയുക, കാര്യങ്ങൾ നേരിട്ട് പറയുന്നതായിരിക്കും നല്ലത്. പേഴ്സൺ എവിടെയാണെന്നറിയില്ല, എന്തായാലും പേഴ്സണോട് നേരിട്ട് പറയുന്നതാണ് നല്ലത്. എന്നിട്ട് തെറ്റ് പറയുക, അല്ലാണ്ട് നമ്മളുടെ സൈഡ് ക്ലിയർ ആക്കിയിട്ടല്ല പറയേണ്ടത്. നമ്മളെ പ്രായശ്ചിത്തം അല്ലെങ്കിൽ നമ്മളൊരു മാപ്പ് പറച്ചിൽ, ഏറ്റുപറച്ചിൽ വരുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ മറച്ചു വെച്ചിട്ട് ഞാൻ ഇതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്, അങ്ങനെയല്ല പറയേണ്ടത്. ഇങ്ങനെ ഞാൻ ആ സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്തു, അത് പറയാനുള്ള ധൈര്യം വേണം. അങ്ങനെയുള്ള ആൾക്കാരെ മറ്റുള്ളവർ ട്രസ്റ്റ് ചെയ്യുള്ളൂ, റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. അതല്ലാതെ ഞാനിങ്ങനെ ചെയ്തു, പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തത്, ഞാൻ ആ ഒരു കാര്യം കൊണ്ടാണ് ചെയ്തത്. അപ്പം നിങ്ങൾ ചെയ്തതിൻ്റെ അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുകയാണ്. നിങ്ങളുടെ തെറ്റിൻ്റെ ആ ഒരു ഇത് നിങ്ങൾ കുറയ്ക്കാൻ നോക്കുകയാണ്. അത് വലിയ കാര്യമൊന്നും അല്ല എന്നൊരു ചിന്തയിലാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ അത് റെസ്പെക്ട് നിങ്ങളുടെ പേഴ്സൺ എടുക്കില്ല. അപ്പോൾ ഉണ്ടായ കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്, ഇതെല്ലാം കറക്റ്റായിട്ട് ഈ പേഴ്സണോട് പറയുക. എന്നിട്ട് കാരണം ഇതിവിടെ വിശ്വാസവഞ്ചനയാണ്. ആ പേഴ്സൺ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ ആ പേഴ്സൻ്റെ പുറകിലാണ് കാര്യങ്ങൾ പറയാതെ ആണ് ഈ കാര്യങ്ങൾ മൊത്തം ചെയ്തു വെച്ചേക്കുന്നത്. അതിപ്പോൾ പണിയായതുകൊണ്ടാണ് നിങ്ങൾ ടെൻഷനായിരിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ ഈ പേഴ്സണോട് പറയാതിരിക്കാനും പറ്റില്ല. പക്ഷേ ഈ പേഴ്സൺ ഓൾറെഡി അത് അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കതറിയില്ല. നിങ്ങൾ ആലോചിക്കുന്ന ഈ പേഴ്സൺ അത് എങ്ങനെ അറിയാം. ചിലപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിവേ ഇല്ലായിരിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ ലോകത്താണ്. നിങ്ങളുടെ പേടി, നിങ്ങളുടെ ഭയം നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത്, സംസാരത്തിലുള്ള വ്യത്യാസം, പെരുമാറ്റത്തിലുള്ള വ്യത്യാസം നിങ്ങളുടെ കണ്ണിൽ പെടുന്നില്ല. അതും പോസിബിളാണ് ഇവിടെ കേട്ടോ. എന്തായാലും ഇവിടെ രണ്ടുപേരും ഒരു ഒളിച്ചു കളിയാണ് നടക്കുന്നത്. പേരും നേരിട്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ അത് സംസാരിച്ചില്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേറൊരു വഴിക്ക് പോകും. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ സോഡിയാക് സൈൻസ് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ജെമിനി, Aquarius, Aries, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aquarius, Taurus, Virgo, Capricorn, Cancer, Libra, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini. ഇത്രയുമാണ് ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഇനി ഞാൻ പോകാൻ പോകുന്നത്
യെല്ലോ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് കേട്ടോ. യെല്ലോ സെലക്ട് ചെയ്തവരുടെ ഓറക്കിൾ മെസ്സേജ് എന്താണ്, അവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓം നമഃ ശിവായ. ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ്. ഇത് നമ്മളുടെ ഉള്ളിലിരുന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ. അത് ചിലർ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ അതിന് ഒരു സ്പിരിച്വലി നിങ്ങളൊരു അവയർനെസ് വരുമ്പോഴാണ് നമ്മൾക്ക് ഉള്ളിലിരുന്ന് ഈ പറയുന്ന കാര്യങ്ങൾ കാര്യമാണ്, ഇത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്. നിങ്ങൾ തോന്നലാണ് വേണ്ടല്ലേ, എല്ലായിടത്തും പ്ലാൻ ചെയ്ത് പോകാം എന്ന് വിചാരിച്ച് പെട്ടെന്ന് നിങ്ങൾക്കൊരു തോന്നലാണ് വേണ്ട പോകണ്ട എന്ന് തോന്നുന്നത് ദൈവമാണ് തോന്നിക്കുന്നത്. കാരണം അവിടെ പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടെ ഫോഴ്സ് ചെയ്യുമ്പോൾ ആ തോന്നലുണ്ടെങ്കിലും നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ അതിന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരികയാണെങ്കിൽ നിങ്ങളത് വേണ്ടാന്ന് വെക്കണം. മനസ്സിലായി? അത് തോന്നിപ്പിക്കുന്നതാണ് ഉള്ളിലിരുന്ന ഒരാൾ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്, അത് പോസ്റ്റ്പോൺ ചെയ്ത് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ആ സമയമായിട്ടുണ്ട്, ആസന്നമായിട്ടുണ്ട് നിങ്ങൾക്ക് ആ പ്ലാൻ പ്രാവർത്തികമാക്കാൻ. അതും പറയുന്നുണ്ട്. പിന്നെ മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. പിന്നെ നിങ്ങൾ ആരാണ് എന്താണെന്ന് നിങ്ങൾ അറിയണം, എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ എന്നാണ് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് 2-3 പേർക്ക് വേണ്ടിയിട്ടില്ല, എല്ലാം ഒരാൾക്ക് വേണ്ടി ആകണം എന്നില്ലായിരിക്കാം. ചിലപ്പോൾ 2-3 പേർക്ക് വേണ്ടിയിട്ടില്ല ഓറക്കിൾ മെസ്സേജ് ആയിരിക്കാം. അത് കുറേ പേരാണല്ലോ കാണുന്നത്. എന്തായാലും ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ് എന്നാണ് നോക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഓഫ് വാൻസ് റിവേഴ്സാണ്. ഇവിടെ ഒരു കാര്യങ്ങൾക്ക് ഡിലേ വരുന്നുണ്ട്. പിന്നെ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ വിചാരിച്ച് നമ്മളതിലേക്ക് മുന്നോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ നടക്കാതെ വരുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ, പിന്നെ അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെക്കുന്ന, പിന്നെ അതുകൊണ്ടുള്ള ടെൻഷൻ. അപ്പോൾ കാര്യങ്ങളെല്ലാം ഒരു മന്ദഗതിയിലാണ് ഇവിടെ നടക്കുന്നത്. പെട്ടെന്ന് നടക്കണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഈ പേഴ്സണ് നടക്കുന്നില്ല. ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. പിന്നെ പക്ഷേ ഇതുകൊണ്ട് ഈ പേഴ്സൺ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ മാരേജ്, നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തീരുമാനമാക്കി വെച്ചേക്കുകയാണെങ്കിൽ മാരേജിലൊരു ഡിലേ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിലേക്കാണ് ഇത് പോകുന്നത്. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടക്കണമെന്ന് ആരോ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഡിവോഴ്സിൽ ഒരു ഡിലേ വരുന്നു, ഡിവോഴ്സ് സെറ്റിൽമെൻറ്റിൽ ഒരു ഡിലേ വരുന്നു. അതുമാകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മാരേജിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അത് അത്ര വലിയ ഈ പ്രശ്നമായിട്ട് ഈ പേഴ്സണ് തോന്നുന്നില്ല. അങ്ങനെ ഒരു മീനിങ്ങും എനിക്ക് മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല ഇപ്പോൾ നിങ്ങളായിട്ടല്ലേ, അതാണ് കാണിക്കുന്നത്.
മെസ്സേജ് ചെയ്യുന്നില്ല, നിങ്ങളുടെ മെസ്സേജസിന് ഇതൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളിൽ എന്തൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യം, നിങ്ങളിൽ എന്താണ് ഈ പേഴ്സണിന് ഇഷ്ടമുള്ളത്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ചില സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങളിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ക്ഷമയുള്ള ആളാണ്. അപ്പോൾ മറ്റേയാൾ ഭയങ്കര ഇപ്പം തന്നെ കാര്യങ്ങൾ നടക്കണമെന്ന് വിചാരിക്കുന്നത്, ഒരാൾ കുഴപ്പമൊന്നുമില്ല പയ്യെ നടന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുമ്പോൾ നിങ്ങളത് കുഴപ്പമില്ല, അത് നമുക്ക് പയ്യെ ചെയ്യാം എന്ന് നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ അത് ഇഷ്ടമാകുന്നില്ല. മനസ്സിലാവണം. അപ്പോൾ അതും ഒരു ചാൻസ് ആവാം, അതുകൊണ്ടായിരിക്കും ഡിലേ ആവാം. എന്തായാലും നമുക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഇപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ ക്ഷമയാണ് ഹാങ്ഡ് മാൻ. സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ ക്ഷമ. ഇനിയും സമയമുണ്ട്, വയ്യ ചെയ്താൽ മതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ആ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഇമ്പൾസീവാണ്, എടുത്തുചാട്ടം കൂടുതലാണ്. അപ്പോൾ ചില സമയത്ത് അതൊരു നിങ്ങളുടെ സ്വഭാവം ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും ചില സമയത്ത് അതൊരു പോസിറ്റീവ് ഇതായിട്ടാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. പിന്നെ വേൾഡ് കാർഡ്, നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കംപ്ലീഷൻ, ഒരു കാര്യവും പകുതിക്കിട്ട് നിങ്ങൾ പോകുന്നില്ല, നിങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം വരെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കും. അതൊരു ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ നൈറ്റ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചൊരു കളി, സീരിയസ് ആണ് നിങ്ങൾ, എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര പാഷനറ്റ് ആണ്, നിങ്ങൾ ഭയങ്കര പാഷനറ്റ് ആണ്, ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. നിങ്ങൾ പേഴ്സൺ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളോട് പറയണമെങ്കിൽ ഇന്ന കാര്യം നിങ്ങൾ കൂടെ ഇറങ്ങും. മനസ്സിലായി. നിങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും, പക്ഷെ നിങ്ങൾ ഡിപ്പെൻഡബിൾ ആണ്. അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്, വളരെ പാഷനറ്റ് ആയ ഒരാളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റഡ് ആണ് ഒരു സിറ്റുവേഷനിൽ. നിങ്ങൾക്ക് ക്ഷമയുള്ളതുകൊണ്ട് നിങ്ങൾ വിത്ത് വിതച്ചാൽ പിറ്റേ ദിവസം കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. നിങ്ങൾ വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സമയമാവുമ്പോൾ കൊയ്താൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതും നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ആങ്സൈറ്റി ഉണ്ട്, വെറിയുണ്ട് ഈ പേഴ്സണെ കുറിച്ചിട്ട്, അത് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് ചിലർ ഓക്കെ. എൻ്റെ ഒരു ഫ്രണ്ടിനോട് അവളുടെ ബോയ് ഫ്രണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് പറഞ്ഞത്, അവളെപ്പോഴും കരയിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എപ്പോഴും കരയിക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ കരയിപ്പിക്കും. അപ്പോൾ ഇവിടെ ഒരു ദിവസത്തിൽ നിങ്ങൾ ഏത് നേരം എന്നെ കരയിപ്പിക്കും, എന്തിനാണ് ഇങ്ങനെ എന്നെ കരയിപ്പിക്കുന്നത്? നീ കരയുമ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നിൻ്റെ കണ്ണൊക്കെ കാണാൻ നല്ല രസമാണ്, കണ്ണിലേക്ക് വെള്ളത്തിലേക്ക് കുതിർന്നിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മളെന്താ ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഈ ആങ്സൈറ്റി, നിങ്ങളുടെ ടെൻഷൻ, വെപ്രാളം, ചില കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഉറക്കമില്ല. 24 hours നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കല്യാണം നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് ഈ പേഴ്സൺ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഈശ്വര എന്തെങ്കിലും. അപ്പോൾ അതാണ് നിങ്ങളിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ. പിന്നെ അതുമല്ല, നിങ്ങൾ ഈ പേഴ്സണെ ശരണം എന്ന് പറഞ്ഞാൽ നടക്കുന്നത്, അതും ഈ പേഴ്സണ് ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾ പേഴ്സൺ നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഇംഗ്ലീഷിലൊരു കാര്യം പറയും, ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന പട്ടിയെ കുത്തി എഴുന്നേൽപ്പിക്കരുതെന്ന് പറയും. കാരണം ബഹളമുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു എന്താ പറയുക, പട്ടിക്ക് എല്ല് കിട്ടിയ പോലെയാണ്. ആ എല്ലിന് മീൻസ് അത് ഇല്ലാതാക്കണം. അങ്ങനെ അതുവരെ നിങ്ങൾ തലനാരിഴ കീറി അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ പേഴ്സൺ ചില സമയത്ത് പഠിക്കുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ചില സമയത്ത് നിങ്ങളുടെ പാഷൻ, നിങ്ങൾ പുതിയ പ്രോജക്ട്സ് ഈ പേഴ്സൺ, പുതിയൊരു എന്താ പറയുക സിറ്റുവേഷൻ നിങ്ങൾ ഈ പേഴ്സൺ അറിയാതെ നിങ്ങൾ കുറേ എന്താ പറയുക സ്വന്തം തീരുമാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പേഴ്സണോട് പറയാതെ. അത് ഈ പേഴ്സൺ ഇഷ്ടമല്ല. പിന്നെ ഉള്ളത് 5 of Pentacles റിവേഴ്സാണ്. പിന്നെ ഈ പേഴ്സൺ ഇപ്പോൾ എന്തെങ്കിലും ഈ പേഴ്സൺ, എല്ലാവർക്കും നമ്മളെല്ലാം സമ്പാദിക്കുന്നത് നമ്മളുടെ വീട്ടുകാർക്ക് വേണ്ടി
അതല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം കാര്യം. സോറി, പെട്ടെന്ന് ലൈറ്റ് ഇൻവേർട്ടർ പിക്ക് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ കുറേ സാധനങ്ങൾ ഓടുന്നുണ്ട് ഈ സമയത്ത്, അതുകൊണ്ടാണ് ലൈറ്റ് പോയിട്ട് വന്നത്. അപ്പോൾ ഈ പേഴ്സൺ എന്താ പറയുക, 5 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ചില സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പിശുക്കുണ്ടെന്നാണ് പറയുന്നത്. പൈസ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ചിലവാക്കുന്നില്ല, പക്ഷെ ആവശ്യത്തിനും നിങ്ങൾ ചിലവാക്കാൻ സമ്മതിക്കുന്നില്ല. ആ പേഴ്സൺ ആഗ്രഹമുള്ള സാധനങ്ങൾ മേടിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ ഉടമ്പോലിടും. വേണ്ട, അത് മേടിക്കൽ ഇപ്പോൾ ആവശ്യമുണ്ടോ, ഇത്ര വിലയല്ലേ, അത്രയധികം കുറഞ്ഞ സാധനം മേടിച്ചാൽ പോലെ. അപ്പോൾ അവർ ക്വാളിറ്റിയും പൈസയും വില എന്ന് വെച്ചാൽ അവർ സമ്പാദിക്കുന്നത് അവർക്ക് ജീവിക്കാൻ, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാനാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും വില കൂടിയ സാധനം വേണോ, അവരുടെ പൈസയാണ്, എന്നാലും നിങ്ങൾ അവിടെ തർക്കിക്കാൻ നിൽക്കും. ആ പേഴ്സൺ അത്രയും വില കൂടി വേണ്ട, ഇതിന് കുറഞ്ഞ് കിട്ടുമല്ലോ, ഇത്രയും വലിയ പൈസ ചിലവാക്കുന്നതിനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആ പേഴ്സണെ ഉടക്കാൻ ശ്രമിക്കും. അത് ആ പേഴ്സണ് ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾ ഭയങ്കര സെൽഫ് ഡിസിപ്ലിനാണ്, ഓവർ സെൽഫ് ഡിസിപ്ലിനാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു എയിം ഇല്ലാത്ത പോലെ നിങ്ങൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്ന പെർഫെക്റ്റ്, പക്ഷെ അത് മറ്റുള്ളവർ പറഞ്ഞു തരണം. നിങ്ങളായിട്ട് തുടങ്ങുന്നതെല്ലാം നിങ്ങൾ ഭയങ്കര ഒരു എടുത്തുചാട്ടമാണ്, മനസ്സിലായി, ഒരു ഡയറക്ഷൻ ഇല്ലാണ്ട് എടുത്തുചാട്ടമാണ്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങളിൽ പോയി പെടാറുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സൺ അതത്ര വലിയ പിടുത്തമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. ഇനി ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് നോക്കാം. നിങ്ങളോട് ഈ പേഴ്സൺ ഇപ്പോഴുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു റീകൺസിലേഷൻ. അപ്പോൾ ഈ പേഴ്സണിൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ പേഴ്സണ് റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് വിട്ടിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ കേട്ടോ. ഈ പേഴ്സണിൻ്റെ ഉള്ളിലുള്ള ഈ സംശയങ്ങളും ഈ പിടിവലിയും, ഇത് ശരിയാകുമോ, ഇതൊരു കല്യാണത്തിലേക്ക് പോകുമോ, അപ്പോൾ ഇഷ്ടംപോലെ ടെൻഷനുണ്ട് ഈ പേഴ്സണിൻ്റെ മനസ്സിൽ. പക്ഷെ അതൊന്നും നിങ്ങളോട് പറയുന്നില്ല. ഈ പേഴ്സൺ ഇതെല്ലാം അടക്കി വെച്ചിരിക്കുകയാണ്, നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നില്ല, നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ നോക്കുന്നുണ്ട്, നിങ്ങളായിട്ട് ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നമുണ്ട്, നിങ്ങൾക്കും അറിയാം, ടെൻഷനുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ പക്ഷേ ഈ പേഴ്സണിലൊരു ജഡ്ജ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് റീകൺസിലിയേഷനാണ്. ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം. ചിലപ്പോൾ ഈ പേഴ്സണ് കുറ്റബോധം ഉണ്ടാവും, നിങ്ങളെ ഉപേക്ഷിക്കുന്നതിലോ നിങ്ങളുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നതിലോ. പക്ഷേ തീരുമാനം എടുത്തിട്ടില്ല പേഴ്സൺ. ഇപ്പോൾ പ്ലാനിങ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പോൾ കേട്ടോ. പേഴ്സൺ റെസ്റ്റിലാണ്, റിലാക്സ് ചെയ്യാണ്, ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്, റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം. കാരണം ഉപേക്ഷിക്കാനുള്ള മടിയുണ്ട്, നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ മടിയാണ്, നിങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ആഗ്രഹം. പക്ഷേ അതിന് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്ത് ഒരു സ്ഥലത്ത് രണ്ടുപേരും ഒരേ പേജിൽ വന്നാലും ഇവിടെ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എങ്ങനെ വരുത്താം, ആരെയൊക്കെ ഇടപെടുത്തണം, ആരോട് സംസാരിക്കണം, ആരുടെ അഡ്വൈസ് എടുക്കണം, നിങ്ങളോട് എന്താണ് പറയേണ്ടത്, ഇതെല്ലാം ഈ പേഴ്സൺ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതാണ് കാണിക്കുന്നത്. നിങ്ങളോട് പാഷനറ്റ് ആണ് ഈ പേഴ്സൺ കേട്ടോ, കമ്പാഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഇഗ്നോർ ചെയ്യാൻ ഈ പേഴ്സണ് പറ്റുന്നില്ല. അതുപോലെ നിങ്ങളോട് തുറന്നടിച്ച് സംസാരിക്കാനും പറ്റുന്നില്ല ഈ പേഴ്സൺ. ഓക്കെ, അപ്പോൾ സ്കോർപിയോ, അക്വാരിയസ്, ലിബ്ര, ജെമിനി, ലിയോ, ക്യാൻസർ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, Aries, Leo, Sagittarius, Cancer, Pisces, Taurus, Leo, Aquarius, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aries, Leo, Sagittarius. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ബ്ലൂ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ്, ലാസ്റ്റ് റീഡിംഗ് ആണ്. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് മാറ്റട്ടെ, പഴയതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ബ്ലൂ സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ
ഫൈൻഡ് റിലാക്സേഷൻ ആൻഡ് റെസൊല്യൂഷൻ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് നിങ്ങൾ ഭയങ്കര വളരെ ശാന്തമായും വളരെ റിലാക്സ്ഡ് ആയിട്ടും നിങ്ങൾ അതിനെ ഫേസ് ചെയ്യണം എന്നാണ് ഇവിടുത്തെ നിങ്ങളുടെ ഓറക്കൽ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. മലകളെ പോലെ മനസ്സിലായി, വളരെ ശാന്തമായിട്ട് ഉറച്ച പാറകൾ, ഇങ്ങനെ ഒരു കുലുക്കവുമില്ലാതെ, അതാണ് എക്സാക്ട് വേർഡ്, ഒരു കുലുക്കവുമില്ലാതെ നിങ്ങളുടെ മുമ്പിലേക്ക് കുറേ ബ്ലോക്കും കുറേ പ്രശ്നങ്ങളും വരും, പക്ഷെ ഒരു കുലുക്കവുമില്ലാതെ നിങ്ങൾ അതിനെല്ലാം എതിരിടണം എന്നാണ് ഓറക്കൽ മെസ്സേജ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓറക്കൽ എനർജി, ഓവറോൾ എനർജി എന്താണ്? എനിക്കൊരു കാര്യം ഓക്കെ അപ്പോൾ കാര്യങ്ങൾ കഴിയണ പോലെ തല കുത്തിയില്ല. അപ്പോൾ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സും ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും മജീഷ്യനുമാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് എന്തോ ഒരു കാര്യത്തിൽ. പക്ഷേ അത് ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളാവാം, ഈ പേഴ്സൻ്റെ അമ്മയാവാം. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ പേഴ്സണോ കാരണം ഈ പേഴ്സൺ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ ഈ പേഴ്സൺ ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. ഈ പേഴ്സൺ വിചാരിച്ചാൽ എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് വരും എന്നൊരു കാര്യം കൂടെ ഈ പേഴ്സണ് അറിയാം. മനസ്സിലായോ? അപ്പോൾ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, ഒരു റിഗ്രറ്റ് ഉണ്ട്, എന്തൊക്കെയോ നടന്നതിലൊരു റിഗ്രറ്റ് ഉണ്ട് ഈ പേഴ്സണ്. പക്ഷേ ചിലപ്പോൾ അമ്മയെ എതിരിടാൻ പറ്റുന്നില്ല. പക്ഷേ വേണമെങ്കിൽ ഈ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഈ പേഴ്സണിന് കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് ഓവറോൾ എനർജി കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ 3 കാർഡ്സ് ഇവിടെ വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് റിഗ്രറ്റ് വന്നത്? 5 ഓഫ് കപ്സ്. അപ്പോൾ എന്തോ സീക്രട്സ് ഒക്കെ വെളിവായി. ഓക്കെ, അതുപോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ്, ഒരു റിസ്ക് എടുക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്തോ കാര്യങ്ങൾ, എന്തോ സീക്രട്സ് ഒക്കെ അറിയാതെ, ഈ പേഴ്സൺ അറിയാതിരുന്ന കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്ത ചാരിയറ്റ് റിവേഴ്സും 7 ഓഫ് പെൻറ്റക്കിൾസും റിവേഴ്സുമാണ്. ഈ പേഴ്സണ് ഇത് നിങ്ങളാണ്, ഇത് നിങ്ങളോ ആരോ ആണ് ഈ പേഴ്സൻ്റെ ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഈ റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മാജിഷ്യനെ ക്ലാരിഫൈ ചെയ്യുന്നത് മാജിഷ്യനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഡോട്ടർ ഓഫ് പെൻറ്റക്കിൾസും 2 ഓഫ് കപ്സും റിവേഴ്സുമാണ്. ഈ പേഴ്സൺ ഒരിക്കൽ വിചാരിച്ചിരുന്നത്, അപ്പോൾ നിങ്ങളിത് ഒപ്പം പഠിച്ചിരുന്ന ആരോ ഒരാളാണ്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ ഇവിടെ ഈ പേഴ്സൻ്റെ അമ്മയായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ആരോ ഒരാളെ ഇടങ്കാലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ ഈ പേഴ്സൺ നിങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ട്വിൻ ഫ്ലെയിം എന്ന് വിശ്വസിച്ചിരുന്നു. സോ എന്ന് വെച്ചാൽ ഒരേപോലെ ചിന്തിക്കുന്നവരാണ്, പെർഫെക്റ്റ് റിലേഷൻഷിപ്പാണെന്ന് വിശ്വസിച്ചിരുന്നു നിങ്ങൾ പഠിക്കുന്ന കാലത്ത്. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ഓഫറും തരാൻ ആഗ്രഹിക്കുന്നു. വേണമെങ്കിൽ ഈ പേഴ്സണ് ചെയ്യാം, പക്ഷെ പേഴ്സൺ വേണ്ട എന്ന് തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. നോക്കട്ടെ, നിങ്ങളോടുള്ള ഫീലിംഗ്, നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ഈ പേഴ്സണ്, നിങ്ങളുടെ എന്തൊക്കെയാണ് ഇഷ്ടം? വായിൽ വാക്ക് വരുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള എന്ത് കാര്യങ്ങളാണ് ഈ പേഴ്സൺ ഇഷ്ടമുള്ളത്? 5 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ എല്ലാവരെയും ഉപേക്ഷിച്ചിട്ടും ഈ പേഴ്സൻ്റെ കൂടെ വരാനായിട്ട് റെഡിയാണ്. അത് ഈ പേഴ്സൺ ഇഷ്ടമാണ്. മനസ്സിലായോ? എന്ത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന ടൈപ്പ് ഒരാളാണ് നിങ്ങൾ. ഓക്കെ, അത് ഈ പേഴ്സൺ ഇഷ്ടമാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ്. അപ്പോൾ
പ്രലോഭിപ്പിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പക്ഷേ കാരണം ചില സമയത്ത് എന്താ വരിക എന്ന് വെച്ചാൽ ചിലർക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചിലരുടെ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഗേൾ ഫ്രണ്ട്സ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവരുടെ പൈസ ചിലവാക്കിക്കാൻ വേണ്ടി മേടിച്ച് കൂട്ടും. കടയിൽ കൊണ്ടുപോയിട്ട് എനിക്ക് മൊബൈൽ ചാർജ് ചെയ്യണം, മൊബൈൽ പുതിയത്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല തുടക്കത്തിലായിരിക്കും. അപ്പോൾ അത് മേടിച്ച് തന്നെ ഇത് മേടിച്ച് തന്നെ ബുദ്ധിമുട്ട്. നിങ്ങൾ അതൊന്നും ചെയ്യാറില്ല ഈ പേഴ്സണോട്. നിങ്ങൾ നിങ്ങളുടെ പൈസയാണ് ചിലവാക്കുക. ആവശ്യമില്ലാതെ ഈ പേഴ്സണൊന്നും ആവശ്യപ്പെടാറില്ല നിങ്ങൾ. അത് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. വളരെ പ്ലാൻഡ് ആണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ നല്ല പ്ലാനിങ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള സമയത്ത് നിങ്ങൾ അടിച്ചു പൊളിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. വളരെ പാഷനറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കാതെ, കഴിഞ്ഞത് പോയി. ഇപ്പോൾ തട്ടിപ്പോയ പാല് കുറിച്ച് ഓർത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പോയി, അത് തുടച്ച് കളയുക, കഴുകി കളയുക എന്ന് വെച്ചാൽ അതങ്ങനെ. നിങ്ങളപ്പോൾ പാസ്റ്റിനെ കുറിച്ച്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് അത്ര, അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ കുലുക്കമില്ലാതെ പോകും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണ്. പാസ്റ്റ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കരയാറില്ല. അത് കഴിഞ്ഞു, അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി എന്ത് ചെയ്യാനാണ് പോട്ടെ എന്ന് വിചാരിക്കുന്നു. അതൊക്കെ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിൽ ആ പേഴ്സണ് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുക്കില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണെ ഇൻസൾട്ട് ചെയ്യും. ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ അറിയില്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് വെച്ചിട്ട് നമ്മൾ, ഈ പേഴ്സൺ ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ് എന്ന് വെച്ചാൽ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഒരു വിലയുണ്ട്. പൊതുവെ ആണുങ്ങൾക്ക് അങ്ങനെയാണ്, പെണ്ണുങ്ങളാണെങ്കിലും അത്. ചിലർക്ക് ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നമ്മൾ കളിയാക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വലിയ ഗമയിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ എന്നിട്ട് പേടിച്ച് ഓടിയില്ലേ എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ഒരു നെഗറ്റീവ് ഇതാണ് വരുന്നത്. മനസ്സിലാവണം. അപ്പോൾ ആ ഒരു സ്വഭാവം പേഴ്സണ് ഇഷ്ടമല്ല. നിങ്ങളുടെ അറിയാതെയോ അറിഞ്ഞോ നിങ്ങൾ പേഴ്സണൽ ഫ്രണ്ട്സിൻ്റെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും, നിങ്ങളുടെ വീട്ടുകാരുടെ മുമ്പിലും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ നിങ്ങളുടെ പേഴ്സണെ കളിയാക്കുന്നത് ഈ പേഴ്സൺ ഇഷ്ടമല്ല. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പേഴ്സണെ. നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കില്ല. നിങ്ങൾ അധികം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഈ പേഴ്സണിൻ്റെ കൂടെ നിൽക്കുന്നില്ല. അത് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പെരുമാറും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ലാന്ന് നടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട്. അത് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല. നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടം പ്രശ്നമുണ്ട്, അത് പറഞ്ഞ് പ്രശ്നമുണ്ടെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. ഇനി നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഹാർട്ട് ബ്രേക്ക് കാണിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഒരു വിശ്വാസക്കുറവ് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ പേഴ്സണ് വേണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്ത് എടുക്കാം. പക്ഷെ പേഴ്സൺ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. ഇത് വേണ്ട, ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് മനസ്സിൽ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഫീലിങ്സ് കാണിക്കുമ്പോൾ ലാക്ക് ഓഫ് ഫെയ്ത്ത്, വിശ്വാസമില്ല നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുമെന്നൊരു വിശ്വാസം ഈ പേഴ്സൺ ഇല്ല. അത് ഇതൊക്കെ കൊണ്ടിട്ടാണ്, ഈ ക്യാരക്ടേഴ്സ് കൊണ്ടപ്പോൾ ഒരു അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ചില സമയത്ത് ഈ പേഴ്സണ് നിങ്ങൾ കളിയാക്കുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുമ്പോൾ, നിങ്ങൾ ആ പേഴ്സണെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ, നമ്മളുടെ പേഴ്സണ് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ആ പേഴ്സൻ്റെ കൂടെ നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ശരിയാണ് അവർ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് ശരിയല്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറേ പ്രാവശ്യം പേഴ്സണ് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഈ പേഴ്സൺ ഒരു ചിന്ത വന്നത്. അങ്ങനെ നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ സക്സസ്ഫുൾ ആണെന്ന് ഈ പേഴ്സൺ ഒരു കോൺഫിഡൻസ് വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി ആരുടെ മുമ്പിൽ ഫൈറ്റ് ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷേ നിങ്ങളിലൊരു കോൺഫിഡൻസ് ഇല്ല ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഈ പേഴ്സൺ റെഡിയല്ല. ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് സറണ്ടർ ചെയ്യുകയാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് കാര്യം. ഓക്കെ, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Aries, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Cancer, Pisces,
എനർജി വന്നാൽ അതൊരു കുലുക്കമില്ലാതെ നിങ്ങൾ നേരിടണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ